ജീവിതത്തിൽ നമ്മളെ മനഃപൂർവ്വം അവഗണിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന വലിയൊരു അബദ്ധമുണ്ട്. അവർക്ക് പിന്നാലെ നടന്ന് വീണ്ടും മെസ്സേജുകൾ അയച്ചും എന്താണ് തെറ്റുപറ്റിയത് എന്ന് ചോദിച്ചു കേണപേക്ഷിച്ചും നമ്മുടെ അന്തസ്സ് കളയുന്ന പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ചാണക്യൻ പകർന്നു തരുന്ന മനഃശാസ്ത്രം ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങളെ തഴയുന്ന ഒരാൾക്ക് വീണ്ടും വീണ്ടും പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ നിങ്ങൾ തന്നെ വിലകുറച്ച് കാണുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിമാനായൊരു മനുഷ്യൻ തനിക്ക് ലഭിക്കുന്ന അവഗണനയെ ഒരു ആയുധമായി മാറ്റുന്നു. അയാൾ സ്വന്തം മൂല്യം എത്രത്തോളം ഉയർത്തുന്നുവെന്നാൽ ഒരു കാലത്ത് അവനെ അവഗണിച്ചവർ തന്നെ പിന്നീട് അവന്റെ ഒരൊറ്റ വാക്കിനായി കൊതിക്കുന്ന അവസ്ഥ വന്നെത്തും. മനുഷ്യന്റെ സ്വഭാവം അത്രമേൽ വിചിത്രമാണ്. എളുപ്പത്തിൽ ലഭ്യമാകുന്ന എന്തിനും ആരും വലിയ വില കൽപ്പിക്കാറില്ല. അവർ നിങ്ങളെ വിലകുറച്ചു കാണുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ കുറവുണ്ടെന്നല്ല, മറിച്ച് നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വളരെ അനായാസമായി കിട്ടുന്നു എന്നതാണ്. ഇവിടെയാണ് നിങ്ങൾ മാറേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ നിന്ന് നിശബ്ദമായി പിൻവാങ്ങുക എന്നത് മാത്രമാണ്. സ്വന്തം ആത്മാഭിമാനത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും മറ്റൊരാളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി യാചിക്കില്ല. നിങ്ങളുടെ സാന്നിധ്യം പോലെ തന്നെ നിങ്ങളുടെ അസാന്നിധ്യവും അവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കണം. ഒരാൾ നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ദിവസങ്ങളോളം അത് ആലോചിച്ച് വിഷമിക്കുകയും മനസ്സിൽ ദേഷ്യവും സങ്കടവും നിറയ്ക്കുകയുമാണ്. എന്നാൽ ആ ഊർജം നമ്മളെ തകർക്കാനല്ല, മറിച്ച് നമ്മളെ തന്നെ പുതിയൊരാളായി പുനർനിർമ്മിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ തന്റെ ജീവിതത്തിൽ ഇല്ലാതായാൽ തകർന്നു പോകുമെന്ന് അവർ കരുതിയിട്ടുണ്ടാകാം. അവരുടെ ആ അഹങ്കാരത്തെ തകർക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയില്ല. അത് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ സാധിക്കൂ. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ മറ്റൊരാൾക്കൊരിക്കലും അനുവാദം കൊടുക്കരുത്. ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകരുകയല്ല, മറിച്ച് കൂടുതൽ ശക്തമാകുകയാണ് വേണ്ടത്. അതിനായി നിങ്ങളുടെ കഴിവുകളെയും അറിവിനെയും കൂടുതൽ മൂർച്ച കൂട്ടുക. ആളുകൾക്ക് നിങ്ങളെ അത്ര എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു നിഗൂഢതയായി നിങ്ങൾ മാറുക. ഒരു പുസ്തകത്തിന്റെ എല്ലാ താളുകളും ആദ്യമേ തുറന്നു കാണിച്ചാൽ അതിലെ ആകാംക്ഷ നഷ്ടപ്പെടും. മനുഷ്യബന്ധങ്ങളിലും ഈ നിഗൂഢത അത്യന്താപേക്ഷിതമാണ്. നിങ്ങളെ എല്ലാവർക്കും എപ്പോഴും എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാക്കി മാറ്റാതിരിക്കുക. എന്തുകൊണ്ടാണ് ചില മനുഷ്യർ വലിയൊരു ജനക്കൂട്ടത്തിലും വേറിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല, പകരം അവർ തങ്ങളിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു. വൈകാരികമായി ചിന്തിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണുപോകും. എന്നാൽ ബുദ്ധിപൂർവം ചിന്തിക്കുന്നവർ സ്വന്തം മനസ്സിനെ കർക്കശമായി നിയന്ത്രിക്കും. നിങ്ങളെ അവഗണിച്ച വ്യക്തി കരുതുന്നത് നിങ്ങൾ ഇപ്പോഴും അവരുടെ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടാകും എന്നാണ്. എന്നാൽ നിങ്ങൾ ആ വഴിയിൽ നിന്നും എപ്പോഴോ മാറി നടന്നു എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷം അവരുടെ മനസ്സിൽ ഒരു വലിയ അസ്വസ്ഥത തുടങ്ങും. ഇതിനായി നിങ്ങളുടെ ശരീരഭാഷയിലും പെരുമാറ്റത്തിലും ഒരു ഗൗരവം കൊണ്ടുവരിക. എപ്പോഴും തമാശ മാത്രം പറഞ്ഞു നടക്കുന്നവരെ ആളുകൾ ഒരിക്കലും ഗൗരവമായി എടുക്കില്ല. നിങ്ങളുടെ വാക്കുകളിൽ ആഴവും പ്രവൃത്തികളിൽ കൃത്യതയും എപ്പോഴും ഉണ്ടാകട്ടെ. സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരസ്യപ്പെടുത്തുന്നത് നിർത്തുക. നിങ്ങൾ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഊഹിക്കാൻ കഴിയാത്ത വിധം ഒരു ആകാംക്ഷ നിങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക. മനഃശാസ്ത്രപരമായ ഏറ്റവും ശക്തമായ ഒരു തന്ത്രം എന്തെന്നാൽ നിങ്ങളെ അവഗണിക്കുന്ന ഒരാൾക്ക് പകരമായി അവരെ പൂർണ്ണമായും നിങ്ങളുടെ ഉള്ളിൽ നിന്നും മായ്ച്ചു കളയുക എന്നതാണ്. അവർക്ക് വേണ്ടി സമയം പാഴാക്കുന്നത് നിർത്തുക. അവർ മുന്നിൽ വന്നാൽ പോലും ഒരു ചെറിയ പുഞ്ചിരി മാത്രം നൽകി നിങ്ങളുടെ വഴിക്ക് മുന്നോട്ട് നടക്കുക. അവരോട് ദേഷ്യപ്പെടാനോ തർക്കിക്കാനോ നിൽക്കരുത്, കാരണം ദേഷ്യം പോലും അവർക്ക് നിങ്ങൾ നൽകുന്ന ഒരുതരം പരിഗണനയാണ്. എന്നാൽ നിസ്സംഗത എന്നത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ അവഗണനയാണ്. നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന ഭയം അവരുടെ ഉള്ളിൽ ഉടലെടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് അവർ തിരിച്ചറിയൂ. ജീവിതത്തിൽ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കർഹിക്കുന്ന ആദരവ് ഒരിക്കലും ലഭിക്കില്ല. സാമ്പത്തികമായും മാനസികമായും സ്വയം പര്യാപ്തത നേടുക എന്നതാണ് എല്ലാ അവഗണനകൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി. നിങ്ങളുടെ സമയം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. എങ്കിൽ മാത്രമേ മറ്റുള്ളവരും അതിനെ ബഹുമാനിക്കൂ. നിങ്ങളെ അവഗണിച്ച ആ വ്യക്തി നിങ്ങളുടെ അഭാവത്തിൽ അസ്വസ്ഥനാകാൻ പോകുന്ന ചില വഴികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻഗണനകൾ പൂർണ്ണമായും മാറ്റുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളുടെ ലോകം അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നവരെ ബോധ്യപ്പെടുത്തുക. പുതിയ മനുഷ്യരെ പരിചയപ്പെടുക, പുതിയ അറിവുകൾ നേടുക. നിങ്ങളുടെ വളർച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജിമ്മിൽ പോവുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ പുതിയ എന്തെങ്കിലും കഴിവുകൾ സ്വായത്തമാക്കുകയോ ചെയ്യുക.
ആരെങ്കിലും നിങ്ങളോട് എന്താണ് ഇത്ര തിരക്ക് എന്ന് ചോദിച്ചാൽ, ഞാൻ എന്നെ തന്നെ മികച്ചതാക്കുന്ന തിരക്കിലാണ് എന്ന് അഭിമാനത്തോടെ പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹം തോന്നും. എന്നാൽ അപ്പോഴേക്കും നിങ്ങൾ അവരിൽ നിന്നും ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടാകും. ഒരു മനുഷ്യൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാകുന്നത് എന്ന് ചോദിച്ചാൽ, തനിക്ക് എളുപ്പത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒന്ന് ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. നിങ്ങളെ അവഗണിച്ച വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് മടങ്ങാൻ ശ്രമിച്ചാൽ പഴയതുപോലെ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കരുത്. അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അതേ സ്ഥാനം ഇനി നൽകില്ല എന്ന് ദൃഢനിശ്ചയത്തോടെ പറയുക. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ സാന്നിധ്യത്തെ ആശ്രയിച്ചല്ല എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ സ്വന്തം നിലയിൽ സന്തോഷവാനാണെന്ന് കാണുമ്പോൾ അവരുടെ അഹങ്കാരം തകർന്നടിയും. നിങ്ങളുടെ കരിയറിലും ജീവിത ലക്ഷ്യങ്ങളിലും വലിയ ഉയരങ്ങൾ കീഴടക്കുക, നിങ്ങളെക്കാൾ മികച്ച ഒരു വ്യക്തിയായി നിങ്ങൾ മാറുന്നതാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ. ആചാര്യ ചാണക്യൻ പറയുന്നത്, നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ അഭാവം കൊണ്ട് ശിക്ഷ നൽകുക എന്നാണ്. നിങ്ങളുടെ നിശബ്ദതയും വിജയവുമായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ. അവർ നിങ്ങളുടെ ഫോൺ കോളുകൾക്കോ മെസ്സേജുകൾക്കോ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. എന്നാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പ്രതികരണം പോലും ഉണ്ടാകരുത്. അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അവർ കാണേണ്ടത് പഴയ തകർന്ന നിങ്ങളെയല്ല, മറിച്ച് കൂടുതൽ ശക്തനായ സന്തോഷവാനായ ഒരു പുതിയ മനുഷ്യനെയാണ്. നിങ്ങളുമായി സംസാരിക്കാൻ അവർ വീണ്ടും അവസരങ്ങൾ തേടും. എന്നാൽ നിങ്ങളുടെ തിരക്കുകൾ കാണിച്ച് അത് സ്നേഹത്തോടെ ഒഴിവു ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അവർക്കിനി വലിയ സ്ഥാനമൊന്നുമില്ലെന്ന് അവർ പൂർണ്ണമായും തിരിച്ചറിയട്ടെ. ഒരിക്കൽ നിങ്ങളെ അവഗണിച്ചു തള്ളിയ ആ വ്യക്തി ഇന്ന് രാത്രികളിൽ ഉറക്കമില്ലാതെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നീറിക്കഴിയുന്നുണ്ടാകാം. നിങ്ങളുടെ പഴയ മെസ്സേജുകളും ചിത്രങ്ങളും നോക്കി അവർ ഇന്ന് ഉള്ളുരുകി ഖേദിക്കുന്നുണ്ടാകാം. അർഹതയില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ നൽകിയ നിരുപാധികമായ സ്നേഹത്തിൻ്റെയും വിലയേറിയ സമയത്തിൻ്റെയും മാറ്റ് അവർ ഇന്ന് തിരിച്ചറിയുന്നുണ്ടാകും. എന്നാൽ കാലം അപ്പോഴേക്കും ഒരുപാട് മുന്നോട്ടു പോയിരിക്കുന്നു. മനുഷ്യൻ എപ്പോഴും നഷ്ടപ്പെട്ട ഒന്നിനോടാണ് കൂടുതൽ ആർത്തി കാണിക്കാറുള്ളത്. ഇന്ന് നിങ്ങൾ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സ്വപ്നം പോലെ അത്രമേൽ ദൂരത്താണ്. നിങ്ങളോടിപ്പോൾ ഒരു ചെറിയ ചോദ്യം മാത്രം. വൈകി വന്ന ഈ തിരിച്ചറിവിന് നിങ്ങൾ അവർക്ക് മറ്റൊരവസരം കൂടി നൽകാൻ തയ്യാറാണോ? അതോ നിങ്ങളെ തനിച്ചാക്കിപ്പോയ ആ പഴയ വഴിയിൽ തന്നെ അവരെ ഉപേക്ഷിച്ചു നിങ്ങളുടെ ഉജ്ജ്വലമായ വിജയയാത്ര തുടരുമോ? ഓർക്കുക, നിങ്ങളോട് നീതികേട് കാണിച്ചവരോടുള്ള ഏറ്റവും വലിയ പ്രതികാരം അവരെക്കാൾ വലിയ വിജയം നേടി അവരെ അത്ഭുതപ്പെടുത്തുക എന്നത് മാത്രമാണ്. ഈ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ പങ്കുവയ്ക്കുക. ഇതുപോലുള്ള കൂടുതൽ അർത്ഥവത്തായ ഉൾക്കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.